അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫോട്ടോസിനെ പറ്റിയാണ്. ഈ ഭാഗം അപ്പോൾ നേരെ അടുത്ത ഭാഗം നമ്മളെ സ്റ്റിക്കേഴ്സാണ് ആദ്യം തന്നെ നോക്കുന്നത്. ഇതിൽ കുറേ പിന്നെ സ്റ്റിക്കറുകളാണെങ്കിലും കുറേ ഫസ്റ്റ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മളന്ന് പറഞ്ഞത് ആ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇനി എടുത്ത് ഇത് സ്റ്റിക്കർ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഒരു സ്റ്റിക്കർ എടുക്കുകയാണ്. ഇതിൽ കുറേ തരം സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ ആ സ്റ്റിക്കറുകൾ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ നമ്മൾ എടുത്തു. കാറിൻ്റെ നോക്കുകയാണെങ്കിൽ എന്താ കുറേ പിക്ചറുകളൊക്കെ ഉണ്ട്. ഇമോജീസ് പഴയ പിക്സൽ ലാബിനെ തന്നെ കുറച്ചൊരു പിക്സൽ ലാബിനെ തന്നെ ഇരിക്കാം. കുറേ പിന്നെ അതാണ് സ്റ്റിക്കർ. പിന്നെ നമുക്ക് സ്റ്റിക്കർ ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് ആക്കാം. പിന്നെ ഞാനൊരു ഇമോജി എടുത്തു. അതിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് ആക്കാം, അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിൽ നമ്മൾ ക്രോപ്പിംഗ് ഉണ്ട്. കുറേ തരം ഇൻവെർട്ടറായിട്ട് ചെയ്യാം. പിന്നെ ആ ക്രോപ്പ് എന്നുള്ള ഓപ്ഷനിൽ നോക്കിയാൽ നമുക്ക് ക്രോപ്പ് ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മളവിടെ ഇൻവെർട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല കുത്തനെയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം. പിന്നെ ക്രോപ്പിംഗ് ഉണ്ട്. അതൊക്കെ നമ്മൾ ടെക്സ്റ്റിലൊക്കെ പഠിച്ചതാണ്. ഈ ടെക്സ്റ്റിൽ വോട്ട് ചെയ്താൽ അതൊന്ന് ഞാൻ ഡിലീറ്റ് ആക്കി. പിന്നെ ടു ഫ്രണ്ട് ടു ബാക്ക് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മുന്നിലൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം വരികയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്കോ അതിൻ്റെ ബാക്കിലേക്കോ ആക്കാനാണ് ടു ഫ്രണ്ട് ടു ബാക്ക്. അത് നമ്മുടെ ലെയറിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത ഓപ്ഷനാണ് പൊസിഷൻ. അതായത് നമ്മൾ ടെക്സ്റ്റ് നമ്മൾ പൊസിഷനായിട്ട് നീക്കുകയാണ്. അതേപോലെ നമുക്ക് പൊസിഷനായിട്ട് നീക്കാവുന്നതാണ്. പിന്നെ അടുത്തതും നമ്മൾ ചെയ്തതാണ്. പിന്നെ കളർ ഇതിൻ്റെ ഫേസ് ആകെ ഗ്രേഡ് കാണാനൊന്നും കഴിയില്ല. പിന്നെ ഗ്രേഡിൻ്റെ ഒക്കെ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതാണ് നമ്മുടെ പിന്നെ റിലേറ്റീവ്. അത് നമ്മൾ ടെക്സ്റ്റിൽ പറയും. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ടെക്സ്ചർ അതായത് അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഇതിലോട്ട് ചെയ്യും. അതാണ് നമ്മൾ ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്യാണ്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇതാക്കണമെങ്കിൽ ഈ എനേബിൾ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കളർ ടെക്സ്ചറൊക്കെ ആഡ് ചെയ്യാം. പിന്നെ സ്ട്രോക്കാണ് അടുത്തത്. അതായത് ഇതിന് എൻഡിലുള്ള ആ സ്ട്രോക്ക് വരിക, അതിൻ്റെ ഉള്ളിൽ ആ ഭാഗത്തിലൊന്നും വരില്ല. പിന്നെ ഇത് എറേസ്, അതായത് നമുക്ക് എവിടെയൊക്കെ മായ്ക്കണം അതൊക്കെ ചെയ്യാം. ഞാൻ നിങ്ങൾക്കൊരു ഒരു ഉദാഹരണമായിട്ട് കാണിച്ചതാണ്. പിന്നെ മാസ്ക് നമ്മൾ ചെയ്ത് തന്നെയാണ്. പിന്നെ എറേസ് കളർ, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ റിമൂവ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ആ സാധനം വെച്ചിട്ട് എവിടെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് വെച്ചാൽ ഇത് റിമൂവ് ആവുന്നതാണ്. പിന്നെ ടോളറൻസ് നോക്കിയാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോകും. പിന്നെ നമുക്ക് അടുത്തതാണ് റൊട്ടേറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ ഞാനൊരു സ്റ്റിക്കർ എടുത്തിട്ട് 3D റൊട്ടേറ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു സ്റ്റിക്കർ എടുത്തിട്ടാണ്. അതിൽ 3D റൊട്ടേറ്റ് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു ഫോണിൻ്റെ ഇതെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. പിന്നെ ഇതിൽ 3D റൊട്ടേറ്റ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ് ആക്സിസ് ഉണ്ട്, പിന്നെ വൈ ആക്സിസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് ഷാഡോ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 3D അടുത്ത ഓപ്ഷനാണ്. നമുക്ക് ഈ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യാം 3D ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനൊരു ഡെപ്ത് കുറച്ച് കൂട്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു എനേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് എനേബിൾ ഒന്ന് നല്ല വൃത്തിക്കായിട്ടുള്ള 3D ആയിട്ട് നമുക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് അതിൽ പിന്നെ പെർപ്ലക്സിറ്റി, അതായത് ഇത് ടെക്സ്റ്റ് നമ്മൾ ഇതേപോലെ ചെയ്തിരുന്നു, അതേപോലെ നമുക്ക് ഫോട്ടോയും ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്ന ആവശ്യമില്ല, നിങ്ങൾ തന്നെ ഇത് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഷാഡോ ആണ് അടുത്തത്. ഷാഡോ ഇതിൽ ചെയ്യുകയാണെങ്കിൽ ബ്ലർ ഷാഡോ ഉണ്ട്. ഞാനൊന്ന് ഷാഡോ നിങ്ങൾ കാണിച്ചത് മാത്രം. പിന്നെ ഇന്നർ ഷാഡോ, അതായത് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഷാഡോ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത്
എനേബിൾ ചെയ്തിട്ട് അടുത്തത് ഞാൻ ഇതിലൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നേരത്തെ എടുത്തൊരു ഫോട്ടോ എടുത്തു. അതിൽ ഞാൻ ഇതിനൊരു അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് പെർപ്ലക്സിറ്റി ഉപയോഗിച്ച് ഞാൻ ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. പെർപ്ലക്സിറ്റി എടുത്തു. അതിനൊന്ന് ആദ്യം എനേബിൾ ചെയ്യണം, എന്നാലേ നമുക്കൊന്ന്. ഞാനൊരു പെർപ്ലക്സിറ്റി എടുത്തു. അതിനെ ആദ്യം നമ്മൾ എനേബിൾ ചെയ്യണം, എന്നാലേ നമുക്ക് മനസ്സിലാകുക എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം എനേബിൾ ചെയ്തു. ഇപ്പോൾ നല്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എനേബിൾ ചെയ്തു. പിന്നെ ഇതാണ് അടുത്തതാണ് ഡ്രോയിങ്. അതായത് ഇത് ഞാൻ ഡ്രോയിങ് ഇപ്പോൾ ചെറുതായിട്ടുള്ള ചെയ്യുന്നത്. ഇത് വെറുതെ ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. പിന്നെ അടുത്തത് ഷെയ്പ്പാണ്. അതായത് ഇതിന് മുന്നിൽ ഷെയ്പ്പ് വന്നു. പിന്നെ അവിടെ അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാവുന്നതാണ്. പിന്നെ അടിയിലേക്ക് പോയാൽ കളർ നിങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് സ്ട്രോക്ക് ഉണ്ട്. സ്ട്രോക്കിനെ ബ്ലറൊക്കെ ആക്കാവുന്നതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് എനിക്കും അത്ര അറിയാവുന്നതല്ല. അത് നമ്മുടെ മാസ്കിൻ്റെ പോലെ തന്നെയാണ് യൂസ് ചെയ്യുക. ബ്രേസിംഗ് ആണ് ഇത് പറയാം. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് ഇതിനോട് ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ മാസ്കിൽ കണ്ടത് തന്നെയാണ്. പിന്നെ അത് മിക്സ് ആക്കാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ കട്ടിങ് ഇതാവുന്നത്. അത്രേ ഉള്ളൂ ഇതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തത് ആരോ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ കാണിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലൊരു വേറൊരു പ്രത്യേകത ഇതാണ്. നമ്മൾ ലെയർ ചെന്നാൽ ഞാൻ ഈ ആരൊന്ന് ഡിലീറ്റ് ആക്കണം. നമ്മൾ ലെയറിൽ ചെന്നാൽ നിങ്ങൾക്ക് ഒരു ഭാഗം കാണുന്നതിന് അതിൽ ഏറ്റവും അടിയിലൊരു സാധനം ഉണ്ട്. അതിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലെയർ അടിയിലൊരു സാധനം ഉണ്ട്. ആ പച്ച അല്ലാത്ത അതിൻ്റെ നടുവിലുള്ളത്. അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷനായിട്ട് കാണാം. അത് നമ്മുടെ ലെയറിൽ ആ രണ്ട് സാധനം ഒന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ക്ലിക്ക് ചെയ്താൽ ടിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് രണ്ട് സാധനം അതിനെ നിങ്ങൾക്ക് ഒരു പിക്ചറായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അത് വെരി സിമ്പിളാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പിക്ചർ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരെ കാണുന്നത്. ബൈ ബൈ.